ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ സാധിച്ചതിലേറെ സന്തോഷമുണ്ട്. ഇവിടെ പല കാര്യങ്ങളും പറയുകയുണ്ടായി. ലോകതലത്തിൽ ഇസ്ലാമിക സമൂഹം നേരിടുന്ന വെല്ലുവിളികൾ ഒരു ഭാഗത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആന്തരികമായും വലിയ പ്രതിസന്ധിയെയാണ് മുസ്ലിം സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. വളരെ സംഘടിതമായ മതപ്രവർത്തനം, മതസംഘടനകളുടെ സജീവ സാന്നിധ്യം ഉള്ള ഒരു സംസ്ഥാനമാണ് ഇന്ത്യയിൽ കേരളം. ആ കേരളത്തിലാണ് വ്യാപകമായ തോതിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം മതസംഘടനകൾ മാത്രമല്ല, ഇന്ത്യയിൽ ഏറ്റവും സുസംഘടിതമായി RSSന് ശാഖകളുള്ള സംസ്ഥാനമാണ് കേരളം. ക്രൈസ്തവ മത സംഘടനകളും കേരളത്തെപ്പോലെ സജീവമായി മറ്റെവിടെയെങ്കിലും പ്രവർത്തിക്കുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ടാണ് എല്ലാ മതസംഘടനകളും വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന കേരളത്തിൽ എല്ലാ മതവിഭാഗങ്ങളിൽപ്പെടുന്ന ആളുകളും ഇത്തരത്തിലുള്ള കേസുകളിൽ വ്യാപകമായിട്ട് പെട്ടുകൊണ്ടിരിക്കുന്നത്? നമ്മളെല്ലാവരും ഒരു പുനർവിചിന്തനത്തിന് തയ്യാറാകേണ്ട സമയമാണിത് എന്നെനിക്ക് തോന്നുന്നു. ഒന്നുകിൽ ആളുകളെല്ലാം വിശ്വാസത്തെ ഒരു തരം സത്യസന്ധവും ആത്മാർത്ഥവുമല്ലാത്ത ഒന്നായിട്ടാണ് വരിച്ചിരിക്കുന്നത്. അതല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കാൻ ഒരു സാധ്യതയുമില്ല. മദ്രസയിൽ പോകാത്തത് കൊണ്ടല്ല ഈ കുട്ടികൾ ഇതൊന്നും